ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ ഒരു പുതിയ ആളുണ്ട് നമ്മുടെ കൂടെ വീഡിയോയിൽ. ഇവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇത് എൻ്റെ ഏച്ചീൻ്റെ മോനാണ്. ഇവൻ്റെ പേര് പറ. ഇവൻ്റെ പേര് അഭയ് വിനോദ്. അപ്പോൾ ഇവനിപ്പം 6ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 7ാം ക്ലാസ്സിലേക്ക് പോകണം. റിസൾട്ട് അറിഞ്ഞില്ല. റിസൾട്ട് അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റില്ല ഇവൻ 7ാം ക്ലാസ്സിലേക്ക് പോകുമോ അതോ 6ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുമോ എന്നുള്ളത് അല്ലേ. ഇവൻ പറയുന്നത് ക്ലാസ്സിൽ ടോപ്പർ ആണെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് റിസൾട്ട് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം. ഇവൻ്റെ നമ്മൾ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ പറയാറുണ്ട് ഇവന് ഫ്രണ്ട്സെല്ലാം അയച്ചു കൊടുക്കണം. അപ്പോൾ മാമൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. നാട്ടുകാരെ പിന്നെ ചങ്ങായിമാരെല്ലാം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ പറയലുണ്ട്. അപ്പോൾ ഇവൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഇവൻ നല്ല സപ്പോർട്ടാണ്, കാര്യങ്ങളെല്ലാം ഇവനറിയാം. അപ്പോൾ ഇവൻ എല്ലാ കാര്യങ്ങളും ചെയ്യലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ കാഴ്ചകൾ ഒക്കെ നിങ്ങളെ കാണിക്കാനാണ് വിചാരിക്കുന്നത്. അതെ. അപ്പോൾ ഇവനും അത്യാവശ്യം താല്പര്യമുള്ള കൂട്ടത്തിൽ ഇതുപോലെ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാൻ ഒരു ഇൻട്രോ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു എന്നാൽ ഞാനും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവനെ കൂട്ടിയത്. അപ്പോൾ ഏതായാലും നമ്മുടെ പിന്നെ ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അല്ലേ വേറെന്താ എന്താ പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല. ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് കാണാം, വഴിയെ കാണാം. രാവിലെ തന്നെ ഒരു പണിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് വണ്ടി കഴുകൽ പരിപാടിയിലുള്ളത്. കുടുംബസമേതം വണ്ടി കഴുകൽ. എന്താ ഒരാളിൻ്റെ അകത്തുണ്ട്. കുറേ മാസങ്ങളായിട്ടുള്ള മണ്ണുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതിൻ്റെ ഓണർ വളരെ ചുരുക്കം മാത്രമേ വണ്ടി കഴുകലുള്ളൂ എന്നാണ് തോന്നുന്നത്. അകത്തുനിന്ന് ഒരു അശരീരിയാക്കുന്നു. വണ്ടീൻ്റെ ഓണർ ഒളിച്ചിരുന്നിട്ട് പണിയെടുപ്പിക്കല നമ്മളെ കൊണ്ട് അല്ലേ. രാവിലെ തന്നെ അതാ മത്സ്യം വന്നിട്ടുണ്ട് കേട്ടോ. മത്സ്യത്തിന്റെ വണ്ടിയുടെ ഓണടി കേട്ടില്ല നിങ്ങള്. ഇടക്കിടക്ക് വരും. രാവിലെ സമയമാകുമ്പോൾ ഇടക്കിടക്ക് 2-3 വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. നമ്മളിപ്പോൾ വണ്ടി കഴുകിയതിന് ശേഷം ബനാന ഷേക്ക് ഉണ്ടാക്കാൻ പോക്കാന്നേ. നല്ല പഴുത്ത കറുത്ത ബനാനയൊക്കെ ഉണ്ട്, പിന്നെ നല്ല കട്ട പാലുണ്ട്. എനിക്കിഷ്ടമാണ് ബനാന ഷേക്ക്. ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല, ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ നല്ലോണം കുടിക്കും. നമ്മളെ ബനാന ഷേക്ക് ആയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട് മാണ്ടോന്നര. വീഡിയോൻ്റെ അകത്ത് നിന്റെ സ്റ്റെൻസ് പോകാം. നമ്മളടുത്ത് 3 ഐസ്ക്രീം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് കുത്തി നിറയ്ക്കാം എന്ന് വിചാരിക്കണം. ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം. അപ്പോൾ നമുക്ക് അമ്മമ്മക്കും നമ്മളെ സേട്ടായിക്കും ഒക്കെ കൊടുക്കാം. ഒന്നെടുക്ക് ഐസ്ക്രീം. വേഗം എന്റെ കൈ കടയുന്നു. അമ്മക്കും അമ്മമ്മക്കും കൊടുത്തില്ല. ആടുന്ന ഇനി അമ്മക്കും അമ്മമ്മക്കും കൊടുത്തിട്ട് പറ്റി. അനക്കൊരു സ്പൂണ്. നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്താ വേർത്ത് കുളിച്ചു, മേത്ത് മൊത്തം വേർപ്പായി. അപ്പോൾ നല്ല തണുത്ത ഒരു ഷേക്ക് അല്ലേ. എന്താ ഷേക്കായത്? ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് ബനാന ഷേക്ക്. അപ്പോൾ അതിൽ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. കപ്പ് ഐസ്ക്രീം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടു. അടിപൊളി. മേത്ത് മൊത്തം മറിച്ചിട്ടുണ്ട് കേട്ടാ. ഇതിവൻ്റെ സ്ഥിരം പരിപാടിയാ. ഇതാണ് വല്ല സ്വഭാവം. എന്ത് ചെയ്യാനാ? തിരക്ക് കൂട്ടും എല്ലാ കാര്യത്തിലും. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും പണി വാങ്ങും. ഇപ്പം തന്നെ ഗ്ലാസ് ചരിച്ചു പിടിച്ചിട്ടുള്ള കാണുന്നില്ല നിങ്ങൾ. ആ സ്പൂണ് നല്ല സ്പൂണുണ്ട്, പക്ഷെ അത് വേണ്ട. അവന് ചെറിയ സ്പൂൺ തന്നെ വേണം പോലും. കോരിയൊക്കെ ഇട്ടാത്ത സ്പൂൺ കഴിഞ്ഞാ അന്ന് ഞാൻ കഴിച്ചിട്ടാൻ വീട് തരാം കേട്ടോ. എങ്ങനെയുണ്ട് ബനാന ഷേക്ക്? അടിപൊളിയുണ്ട്.
നല്ല ടേസ്റ്റുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ഇതെടുത്ത വണ്ടി കഴുകുന്ന മത്സരം. ഇന്നൊരേ വണ്ടി കഴുകൽ മാത്രമായപ്പോ അല്ലേ? മുഴുവൻ വണ്ടി എടുക്ക. ഓ നമ്മള് ചേച്ചി കഴുകി കഴിഞ്ഞാല് കുട്ടപ്പനായിന്ന് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ വലുത് കണ്ട അങ്ങോട്ട് വിട്ടു, അങ്ങോട്ടാക്കി ഈ വലുതില്ലേ മുന്നിലിടണ്ടാന്ന് ബാക്കിലിടണ്ടാന്ന് പറയും. ബാക്കിലുണ്ട്. അപ്പൊ ഈ ചെറുതോ ഉറപ്പാ? അല്ല പറയ്. അല്ല പറയ്. അല്ല ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അറിയുന്നവര് കമന്റ് ബോക്സിൽ ഇടുക. അതെ, അവന്റെ നല്ല ചോദ്യത്തിന് ഉത്തരം നമ്മുടെ റംബൂട്ടാൻ മരത്തിന്റെ മുകളിൽ റംബൂട്ടാൻ ആയിട്ടുണ്ട് ഗൈസ്. പക്ഷെ പച്ച കളർ കണ്ടില്ലേ, പച്ച പച്ച. ഇതെല്ലാം അമ്മേന്റെ ഒരേ ഒരു എന്താ പറയാ വിയർപ്പിന്റെ. അതെ, വിയർപ്പിന്റെ വരം കൊണ്ടില്ല എത്ര റോസാ പോലെ വരുന്നു. ഇതിൽ നമ്മുടെ ആരെയും കയ്യോ കാലോ ഇല്ല. ഈ രണ്ട് വണ്ടിയും നമ്മുടെ വണ്ടിയല്ല. നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ, ഇത് നമ്മളെ മാമന്റെ മാമൻ ജ്യോതിഷേട്ടന്റെ വണ്ടിയാണ്. ഇതെന്താ ഇതിന്റെ ഓണർ ഇരിക്കുന്നു. പക്ഷെ നമ്മൾക്ക് രണ്ട് വണ്ടി ഇപ്പൊ ഇവിടെയുണ്ട്. പക്ഷെ ഒന്നും സ്വന്തല്ല, സത്യം പറയാലൊന്നും സ്വന്തല്ല. പക്ഷെ നമ്മളെല്ലാം ഉണ്ട്. സ്വന്തമായി എല്ലാം ഉണ്ട്. ഫ്രീ ആയിട്ട് എടുത്ത കടം പോലും അല്ല. അതെ, അങ്ങനെ നമ്മള് മീനെല്ലാം വാങ്ങിട്ട് വന്നു കേട്ടോ. സദ്യ ആണെങ്കിലും അല്ല, ഇന്ന് ഉച്ചക്ക് നമ്മൾ സദ്യ ആക്കാനാണ് പ്ലാൻ ആക്കിയത്. പക്ഷെ സദ്യയുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമ്മൾ മീൻ വെച്ചിട്ട് വെക്കാന്നിരിക്കും. കാരണം മീനെല്ലാം കുറേ നാളിന് ശേഷം ഇപ്പം കഴിക്കുന്നതുകൊണ്ട് ബെറി മാറുന്നില്ല. മത്തി, നല്ല വലിയ മത്തി. പടക്കണ മത്തി എന്ന് പറയാൻ പറ്റില്ല, കാരണം ചത്ത. ഇവിടെ നമ്മൾ ഭക്ഷണ പരിപാടിയുടെ കാര്യങ്ങളിലേക്ക് കടക്കലാന്ന്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കൂടെ ഇന്ന് പൊരിച്ച മീൻ കഴിക്കണമെന്ന് അതിയായ ഭക്ഷണം നമ്മള് ഇലസദ്യ ആണ് പ്ലാൻ ചെയ്യുന്നത്. അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇല്ല, ഒന്നും പറഞ്ഞു. അതെയോ? മീനിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു, ചോറിന്റെ സൈഡില് ഡിഷായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഒരു ഇലസദ്യ ഉണ്ടാക്കാം. നാട്ടിൽ വന്നതിന് ശേഷം എവിടെയും കല്യാണ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സദ്യ കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. കല്യാണത്തിനല്ലേ സദ്യ കിട്ടല്ലോ പൊതുവെ. പക്ഷെ അങ്ങനെയൊന്നും കിട്ടാത്തത് കൊണ്ട് നാടൻ സദ്യയുടെ കൂടെ പൊരിച്ച മീൻ വേണമെന്ന ആഗ്രഹം കൊണ്ട് നമ്മൾ പൊരിച്ച മീൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മീൻ മുറിക്കുക എന്നിട്ട് പൊരിക്കുക അല്ലേ? മത്തിനോടിൽ ഇപ്പം എൻ്റെ അമ്മ ഭയങ്കര കൊതിയ. നമ്മളത് കിട്ടുമ്പോൾ അല്ലേ, അങ്ങനെ കഴിക്കാൻ കിട്ടില്ലല്ലോ. നിങ്ങളെ പിറകെ കാണാൻ സഞ്ചിയൊക്കെ മീൻ മുറിച്ചിട്ട് ഇതാ കഴുകിയിട്ട് തൂക്കി വെച്ചതാ കേട്ടോ. ഇവിടെ മറ്റേ ഹരിതകർമ്മസേന ഉള്ളത് കൊണ്ട് അവരിത് ഒക്കെ കൊണ്ടുപോകും ഇവിടുന്ന്. അപ്പൊ അത് വൃത്തിയാക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പൊ പ്ലാസ്റ്റിക് ഒന്നും നമുക്ക് ഇങ്ങനത്തെ ആണെങ്കിൽ അങ്ങ് എങ്ങനെയാണെന്നറിയോ, അങ്ങ് നമ്മളെ മുടിയില്ലേ, ഈ മുടി പൊരിയുന്നേ നമ്മളെ, അത് സൂക്ഷിച്ച് വെച്ചിട്ട് അവർ പൈസ കൊടുക്കും. എന്നിട്ട് പൈസ കിട്ടും, ഇങ്ങോട്ടേക്ക് പൈസ കിട്ടും അവർക്ക് ഈ പൊരിഞ്ഞ മുടി കൊടുത്താൽ. അത് ജമ്മു ഏരിയയിലുള്ള ഇതാണ്. അവരത് വേറെ എന്തെങ്കിലും ഉപയോഗം കണ്ടെത്തുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുടി എടുക്കും. മുടി അതെ, ഡോളിലൊക്കെ കളറ് ചെയ്തിട്ട് അവര് മുടി തന്നെയാണ് കയറ്റുന്നതെന്ന് പറഞ്ഞത്, ടെഡി ബിയർ കാര്യങ്ങളിലെല്ലാം. അപ്പോൾ സദ്യയുടെ വട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോന്നായിട്ട്. നമ്മളിപ്പോ ഉണ്ടല്ലോ മോര് വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങ് വന്നിട്ടുള്ളത്. മോരും വെള്ളം കുടിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ മോര് വാങ്ങാൻ വേണ്ടിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള കടയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ ഒരു ഡബിൾ ടാപ്പ്, അത് ഇവിടെ ഗണപതി നോട്ടിക്ക്. പിന്നെ നമ്മളെ ഫ്രൂട്ട് സലാഡ് തിന്നാലാ ഇപ്പൊ. ഞാൻ വീട്ടിലെത്തിയിട്ടായിരിക്കും. അതെന്താ എന്നിട്ട് നമ്മളെ ബർപ്പിക്കാനാ എൻ്റെ ഇങ്ങെടുത്ത് തന്നാ പോയി. സദ്യയുടെ വട്ടങ്ങളിൽ മെയിനായിട്ടുള്ള സംഗതിയാണ് പായസം. നമ്മൾ പാലട പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പായസത്തിന്റെ അല്ലേ, ദാഹജലം ആയിട്ട് പാനീയമായിട്ട് നമ്മൾ മോരാണ് കുടിക്കുന്നത്. അപ്പോൾ കടയിൽ നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന മോര്
ഇതാ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ. വെറൈറ്റി അല്ലേ? ഇഞ്ചിയൊക്കെ ഇട്ട് ചതച്ച് മോരിലേക്ക് ചേർക്കാനുള്ള പരിപാടിയാണ്. അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അവിയൽ റെഡിയാണ്. അതുപോലെ ചോറ് ഇവിടെ റെഡിയാണ്. മത്സ്യം നമ്മൾ മസാലയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല കരുതി വെച്ചിട്ടുണ്ട്. കൂട്ടുകറി ഇവിടെ റെഡിയാണ്. ഓലനാണ് ഇത്. എന്തോലന ഇത്? മത്തൻ കുമ്പളങ്ങയുടെ ഓലൻ. കറിയാണ് ഇത്. നമ്മുടെ മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അടുത്തതായിട്ട് അത് സെർവ് ചെയ്യാനുള്ള പരിപാടിയാണ്. മോര് സംഭാരം അല്ലേ? അപ്പൊ നമ്മള് മോരും വെള്ളം എന്താ കുടിക്കാനുള്ള പരിപാടിയാണ്. എന്തുണ്ട് ടേസ്റ്റ്? എന്തുണ്ട്? അതെയാ, ആദ്യമായിട്ടാണ് പീടിയെന്ന് മോര് വാങ്ങിയിട്ട് മോരും വെള്ളാക്കി കുടിക്കുന്നത് കേട്ടാ. ആരുണ്ടാക്കിയാലും അല്ലേ, അത് മോരിന്റെ ഇതാണ്. ആക്കിയ ആളതല്ല, മോരിന്റെ ഗുണമാണ് അല്ലേ? വെറും മോര് മതി അല്ലേ? നമ്മളെ റെഡിയാന്ന് കുടിക്കാൻ വേണ്ടി. കറിവേപ്പിലെല്ലാം പൊറുക്കി ചാടിക്കൊണ്ട് ഒരാളാണെന്ന് മോര് കുടിക്കുന്നുണ്ട്. കറിവേപ്പിലെല്ലാം നല്ലതാണ്. വയറ്റ് പോയാൽ നല്ലത്. അമ്മമ്മ അത് കുടിച്ച് കഴിഞ്ഞ് അമ്മമ്മ എനിക്കിങ്ങനെ നോക്കുക, എന്നാ ഇവര് പണിയെടുക്കുന്ന ഫോണില്. ആരോടാ ഈ പറയുന്നല്ലേ? ആ അമ്മമ്മേനെല്ലാം കാണുന്നുണ്ട് ഇതിന്റെ അകത്ത്. അമ്മമ്മേനെ കാണുന്നുണ്ട്. ഇതാ അപ്പൊ അടുത്തത് നമ്മുടെ സദ്യവട്ടങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങൾ കാണിച്ചു തരാം. പറങ്കി ഇഞ്ചി എല്ലാം ഉണ്ട് ഇതിന്റെ അകത്ത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടേ. പുറത്ത് നല്ല ചൂടും നല്ല തണുത്ത മോരും വെള്ളം. നല്ല കോമ്പോ അല്ലേ? നമ്മളിങ്ങനെ വെറുതെ ചോറൊന്നും തിന്നില്ല കേട്ടോ. എല്ലാരും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കല. അപ്പടെ അമ്മമ്മ പാട്ടോടാ. അമ്മമ്മ പറയാ ഒന്നും കൂടി. ഒന്ന് വെച്ചാല് അമ്മ ഇപ്പൊ പറഞ്ഞത് ഒന്ന് വെറ്റാള് കുറഞ്ഞില്ലായിരിക്കും. 2 വെറ്റാള് 2 മണി വാർത്തുണ്ട്. 3 വെറ്റാള് 30 പേർക്ക്. 4 വെറ്റാള് 40 കേട്ടത്. 5 വെറ്റാള് 5 മണി വാർത്തുണ്ട്. 6 വെറ്റാള് അറേഞ്ചായിരിക്കും. 7 വെറ്റാള് 1 വായ്മ. 8 വെറ്റാള് തൊട്ടാറ്റ്. 9 വെറ്റാള് 9 മണി. 10 വെറ്റാള് 10,500. 10,500. പിന്നില്ലേ ഇതിനകത്ത് 8 വെറ്റാളാ പറഞ്ഞത്. കൊട്ടായത്തിന് ഇഞ്ചില്ലേ ഭാഗ്യം. അമ്മമ്മേനോട് ചോദിച്ചോ അമ്മമ്മ എത്ര പറ്റൂ? അമ്മമ്മ എത്ര പറ്റൂ? എത്ര ആള്? 6 എണ്ണം പറയാൻ. എണ്ണം വാഴ ഇല മുറിക്കാൻ 2 വാഴകൾ പോകുന്നത്. ക്യാമറയും പിടിച്ചോണ്ട് വേറെ ഒരു വാഴ. ഇന്ന് നമ്മളുടെ ഒരു വിഷു ദിവസം പോലെ ഉണ്ടല്ലേ? അല്ലേ? അല്ല വിഷു കിട്ടാത്തത് ബാക്കിയുള്ളവർക്കില്ലേ വിഷു? കുറച്ചും കൂടെ പൊക്കി മണിക്കോ കുഞ്ഞല്ലേ. അരിപ്പൂ. ഇന്ന് പ്ലേറ്റ് എടുക്കണ്ട. ഭാഗ്യം. അബേ കീറില്ലേ? ഇലയില്ല, പാടലില്ല. ഈ സമയത്ത് ഇല ഉണ്ടാവില്ല. എല്ലാം കീറി ആയതായിരിക്കും. വേണ്ട, നിലത്ത് വെക്കണ്ട. അങ്ങനെ 4ഓളം വാഴകൾ നമ്മൾ 4 ഇല കിട്ടി. വാഴ ഇലകൾ നമ്മൾ മുറിച്ചെടുക്കുന്നു. 5. നമ്മൾ എത്ര പേഴ്സൺസ് ആണുള്ളത്? 6. ഒന്ന് എക്സ്ട്രാ പറിച്ചോ. അടച്ചു വെക്കാനൊക്കെ നല്ലതല്ലേ ഇല? കൊറേ കഷ്ണക്കി നമുക്ക് കൊറേ കറികളെല്ലാം അടച്ചു. ഭയങ്കര ഭീകര ഐഡിയ. എത്ര 6 ഉള്ളിലേക്ക് കൊടുക്കാം മാത്രം. പുറത്തേക്ക് അബേ ഇത് കീറു ഇല്ല. ഇത് അബയ്ക്ക് ചോട്ടാപ്പുറത്തി. മതി മതി, പാടായില്ലേ? ഇരിക്കട്ടെ. എത്ര ഇത്? 6 എണ്ണായി. ഒന്നും കൂടി തരച്ചോ. 6 എണ്ണായി. അല്ല 7 എണ്ണായി. 7 എണ്ണായി. അപ്പോൾ നമ്മൾ തിരിച്ചു നടക്കാൻ പോകുന്നു. തിരിച്ചു നടക്കുന്നു. ഇത് പേരൊക്കെ ഇതിന്റെ മുകളിൽ ഒരുപാടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് പറിച്ചു. ഇതിന്റെ മുകളിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷിയാറ്റൊക്കെ അടിച്ചിട്ട്
എന്തോ പക്ഷിയെ കടിച്ചു കടാതിലായിട്ട് പോകും. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടാണ്. എന്തൊക്കെയാണ് ഐറ്റംസ് ഞാൻ കാണിച്ചത്. അവിയലുണ്ട്, വറവുണ്ട്, മാങ്ങ മുറിച്ചിട്ടതുണ്ട്, സാമ്പാറുണ്ട്, നാരങ്ങക്കറി ഉണ്ട്, പൊരിച്ചമീനുണ്ട്. സദ്യൻ്റെ കൂടെ പൊരിച്ചമീൻ എങ്ങനെ വരും നിങ്ങൾ ചിന്തിക്കും, പക്ഷെ എന്നാലും സാരില്ല. പിന്നെ മോരുണ്ട്, കൂട്ടുകറിയുണ്ട്, പപ്പടമുണ്ട്, പിന്നെ നമ്മളുണ്ട്. പിന്നെ സാധനങ്ങൾ ഇനി വരാനുണ്ട്. ഓരോ വന്നോണ്ടിരിക്കുന്നു. നല്ല തുമ്പപ്പൂ ചോറ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അച്ചാറുണ്ട്, പാലട പായസം വരാനുണ്ട്. അത് നമുക്ക് ലാസ്റ്റിൽ എടുക്കാം. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എന്താ ഇവിടെ നമ്മൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. മാങ്ങ പെട്ടെന്ന് തിരുന്നാലില്ല. പഴുത്ത മാങ്ങ. അതെ, പഴുത്ത മാവിൻ്റെ ഇല കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും കളവം മണക്കും. ഓ, നീയാന്നല്ലേ ഭക്ഷണം വിളമ്പെന്ന്. കൂട്ടുകാരി ഇതിന്റെയാ. നമ്മുടെ പായസം ഇവിടെ എത്തിയിട്ടുണ്ട്. പാലട പായസം ഇവിടെ എത്തിയിട്ടുണ്ട്. കറി എല്ലാം വിളമ്പെന്ന് കാണിക്കണം വീഡിയോന്റെ അകത്ത്. നമ്മളപ്പോ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മോര് അമ്മമ്മക്ക് മോര് കൊടുക്കും. അമ്മമ്മ മോരിന്റെ മെയിൻ ആളാണ് കേട്ടാ. തൈര്, മോര് അങ്ങനെയുള്ള സാധനങ്ങളാണ്. തൈരില്ല കേട്ടോ, മോരേ ഉള്ളൂ. മോരേ ഗ്ലാസ്സിലുണ്ട്. പിന്നെ മാങ്ങയുണ്ട്, മാങ്ങ എടുത്തില്ല, മാങ്ങ എടുക്കണം. അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിക്കട്ടെ അല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴി കാണാം. നല്ല വിശപ്പെടും. എന്നാൽ പിന്നെ ഇതൊന്നും കണ്ടിട്ട് കഴിക്കാതിരിക്കാൻ എന്നെ മനസ്സനുവദിക്കുന്നില്ല. അന്ന് പെട്ടെന്ന് കഴിക്കട്ടെ. അങ്ങനെ നമ്മളൊരു ഉറക്കളം കഴിഞ്ഞിട്ട് വൈകുന്നേരം പായസം കുടിക്കലാണ് കേട്ടോ. നല്ല പാലട പായസം. പാലട ഏതമ്പലത്തില്? അമ്പലത്തിന്റെ പേരാ? നമ്മൾ ഇന്നലെ എല്ലാരും കൂടിയിട്ട് ടാക്കീസ് പോയിരുന്നു സിനിമ കാണാൻ വൈകുന്നേരം. അപ്പൊ അമ്മമ്മക്ക് ഓർമ്മയില്ല നമ്മൾ എവിടെയാ പോയിന്. അപ്പൊ നമ്മൾ ചോദിക്കല എവിടെയാ പോയിന്. അപ്പൊ അമ്മമാരെ അമ്പലത്തിലാ പോയി നിന്ന്. എന്താ പരിപാടി? കളിക്കാൻ പോകും. ഒരു പഴയകാല ഓർമ്മ അല്ലേ. കൊണ്ട ഞാൻ എഴുതാ. ആ, കള്ളന് എത്ര പോയിന്റ്? കള്ളന് 0. അമ്മമ്മ വായിക്കോളത്ത് പോയിട്ട് ഉറങ്ങാൻ വേണ്ടി പോക്കട്ടാ. ഇവിടെ ഒരാൾ നമ്മളെ വീഡിയോ ഭയങ്കര സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് കാണുന്നുണ്ട്. നമ്മളങ്ങനെ ഏതാ ഒരു പഴയകാലത്തെ കളി അല്ലേ, അത് കളിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഉച്ചക്കത്തല്ല രാത്രിത്തെ ചോറിന് ശേഷം വെറുതെ ഇരിക്കല്ല, ആ സമയത്ത് ഒന്ന് കളിക്കാൻ വിചാരിച്ച്. അതെ, എന്നാന്ന് പറയാ കളിക്കുന്നത്. ഓർമ്മിച്ച് നന്ദി. അപ്പൊ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് പോലീസും കള്ളനും. കള്ളനും പോലീസും കളി അല്ലേ. കള്ളനും പോലീസും പോലീസും കള്ളനും, കള്ളനും പോലീസും എല്ലാം ഒന്ന് തന്നെ. എല്ലാം അറേഞ്ച്മെന്റ് എല്ലാം നമ്മൾ നേരത്തെ എഴുതിച്ചിനി. പിന്നെ പേരെല്ലാം എഴുതി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാരുടെ പേരും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 5 ആൾക്കാരെ ഉള്ളത്. അപ്പോ അതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് മടക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. മന്ത്രി ഉണ്ട്, മന്ത്രി ഉണ്ട്. അപ്പത്തേക്കാണ് മടക്കി വെച്ചോ. മന്ത്രി, മന്ത്രി, കള്ളൻ എനിക്കിഷ്ടല്ല. കള്ളനത്തെ പോയിന്റ് കൂടി പറയണ്ടേ. അതിന് 0 പോയിന്റ്. മന്ത്രിക്ക് 500, കള്ളന് 0. രാജ്ഞിക്ക് 1000. എത്രയായിരുന്നു കളിച്ചിട്ട്? കൊല്ലം എണ്ണി എടുക്കാൻ പറ്റുമോ? എത്ര കൊല്ലം മുമ്പാ കളിച്ചിന്? എനിക്കല്ല, ഇവർക്ക്. പോലീസ് ന്യൂ ജനറേഷൻ ആവുകൊണ്ട് സ്ഥിരമായിട്ട് ഇതാ കളിക്കല്. ഇതും സ്കൂളിൽ കളിക്കലുണ്ട്. നമ്മളെ ഇതാ കള്ളനും പോലീസും കളി കാണാൻ വേണ്ടി ഇതാ ഒരാൾ ആടി ഇരിക്കുന്നുണ്ടേ. എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്ന അമ്മമ്മ. എന്താണ് പരിപാടി?
അമ്മമ്മയാണ് ചീഫ് ഗസ്റ്റ് നമ്മളെ പരിപാടിന്റെ. നമ്മുടെ VIP ഗസ്റ്റ് ആണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ആ പരിപാടി. കൈയടിക്കണേ. കുളിക്കലും മതി. അമ്മമ്മ വരാണ്ട് തുടങ്ങാം. അപ്പൊ ഒരാളും കൂടി വരാണ്ട് നമ്മുടെ മത്സരാർത്ഥി. അപ്പൊ വന്ന ഇനി മെയിൻ റൂളിലേക്ക് അടക്കാൻ പോകുന്നത് നമ്മളെ പോലീസ് എന്ന് പറഞ്ഞത് എന്ത് ചെയ്യുക, അത് നമ്മൾ കുലുക്കിട്ടിടും. പോലീസ് കിട്ടുന്ന ആളെന്ത് ചെയ്യുക, കള്ളൻ ആരാന്ന് ഗസ് അടിക്കുക. അല്ലെങ്കിൽ അവര് മുഖഭാവം വെച്ച് കണ്ടുപിടിക്കുക. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആവുകൊണ്ട് അങ്ങനെ കണ്ടുപിടിച്ചാല് പോലീസ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന് 100 ബാക്കിയുള്ളവരെ മാർക്കല്ലോ ഒരേപോലെ തന്നെ. ഇപ്പൊ പോലീസിന് വേറെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ കള്ളനല്ല പറഞ്ഞെന്നുണ്ടെങ്കിൽ തെറ്റാന്ന് പറഞ്ഞെങ്കിൽ കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ശരിക്കുള്ള കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലീസിന് 0 കള്ളന് പോലീസിന്റെ ഇത് നമ്മള് പണ്ടേ കളിക്കുന്നതാ, പണ്ട് സ്കൂളിലും പഠിക്കുമ്പോ. ഇപ്പൊ നമ്മള് കൊറേ കളിക്കാത്തത്. അത് ശരി. അങ്ങനെ പണ്ട് കരണ്ടെല്ലാം പോയാലേ എപ്പോഴും ഇതാ കളിക്കുക. എന്നേരത്തെ സ്ഥിരം കള്ളനായത്. അങ്ങനെ കളി തുടർന്ന് പോയിട്ട് ലാസ്റ്റ് ആർക്കാണ് പോയിന്റ് നില കൂട്ടി നോക്കുമ്പോൾ ആർക്കാണോ കൂടുതൽ ഒരു പേജ് ഫുൾ ആകുന്നത് വരെ ചെയ്യാം അല്ലേ? എന്നാ ഞാനന്ന് ഫസ്റ്റ് ഞാൻ കുലുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ കളിയാണ്. എനിക്കൊന്നുമില്ലേ? മുട്ടായ കളിക്കുന്നത് കളിയാ കളിക്കുന്നത്. തുറന്ന് കാണിച്ചു തരുമോ? എല്ലാവർക്കും എന്നാ കിട്ടിയത് പറയോ? പോലീസാ? അത് കലക്കി. അപ്പൊ ഇതാ ഗൈസ് പോലീസ് ഞാൻ. അപ്പൊ ഞാൻ ഈ കൂട്ടത്തിൽ കള്ളനെ കണ്ടുപിടിക്കണം. പോലീസ് നിങ്ങൾക്ക് മാത്രം ഞാൻ എന്റെ കാണിച്ചു തരാം. നോക്കൂ. അതെ അതെ, പെട്ടെന്ന് ഇത്രയും സമയം കിട്ടൂലേ? അല്ലേ? അമ്മ കള്ള എനിക്ക് 500 അങ്ങനെ എനിക്ക് എത്രയാ? എനിക്ക് 100 കിട്ടി. അമ്മക്ക് വട്ടപ്പൂജ. രാജ്ഞി 1000. ആരാ രാജാവ്? അമ്മേ അയ്യോ. ഞാൻ കളിയുടെ നമ്മൾ പകുതിയോളം എത്തിയിരിക്കുകയാണ്. സ്കോർ നില നിങ്ങൾ നോക്കൂ. മുട്ട മാത്രം വാങ്ങിക്കൊണ്ട് അമ്മ മുന്നേറുകയാണ്. അതായിരുന്നു 3 മുട്ട. അടിപിടിയാണ് ഇവിടെ. ആരാ പോലീസാരാ? അപ്പൊ കള്ളം മാമൻ തന്നെ ഓർപ്പിച്ച്. ആദ്യമായി മന്ത്രി. അപ്പൊ നമ്മുടെ കളി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പോയിന്റ് നില താഴെ എത്തിയിട്ടുണ്ട്. ശംഭോ ശിവ ശംഭോ ശിവ ശിവ ശംഭോ. അപ്പൊ ഒന്ന് വരുമ്പോ തന്നെ കയ്യിലെ വിടണി. മൈ ഗോഡ്. എന്നാ അത് കള്ളം തന്നെയായിരിക്കും. ഓ ഞാൻ പോലീസ്. അടിപൊളി. ഇത് ഞാൻ വീണ്ടും ആഗ്രഹിച്ചു ലാസ്റ്റ് ഒരു നല്ലത് നല്ലത്. അപ്പൊ ഇത് രാജാവോ നോക്കിയില്ല. അപ്പൊ കള്ളന് ആരായിരിക്കുന്നു നമുക്ക് മനസ്സിലായല്ലേ? പറഞ്ഞാ ഉറപ്പിച്ചോ? കള്ളൻ റിപ്പോർട്ടോടെ കള്ളൻ ഇവിടെ കള്ളൻ രാജാവ്. എനിക്ക് 2000 ഇടും. 2000. ഓക്കെ. അമ്മക്ക് ഞാൻ സത്യം പറഞ്ഞ അമ്മക്ക് വീണ്ടും 0 കിട്ടും. ലാസ്റ്റും 0 കിട്ടും നമുക്ക്. എനിക്ക് 1000. ഓക്ക് 0. മോട്ട. അതെ, ഇതും കൂടെ പാക്കറ്റിൽ തന്നെ.
ആരും ഭാഗം തോന്നില്ല 500 കിട്ടുന്ന അഹങ്കാരം. ഇതാ അപ്പൊ നമുക്ക് അടുത്തതായത് കണക്ക് കൂട്ടി നോക്കാം. കണക്കറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? കാൽക്കുലേറ്റർ എടുക്കാം. കണക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് കടന്നു. ഞാൻ കൂട്ടാം. 14,000. അങ്ങനെ നമ്മളെ കളി അവസാനിച്ചു കേട്ടോ. നമ്മുടെ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇതാണ് സ്കോർ നിലയുള്ളത്. പേരാണ് ആദ്യം തന്നെ പേര് അതാണ് ഫസ്റ്റ് വിന്നർ ആയിരിക്കുന്നത്. ഇതാ ഇയാളാണ് നമ്മുടെ രമ്യ വിവി. ഇതാ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അമ്മമ്മ കയ്യടി. നമ്മൾ ഒരു പെണ്ണ് നൽകി സമ്മാനം നൽകുകയാണ്. ഗൈസ് ഇതാ വിന്നർക്കുള്ള സമ്മാനം കൊടുത്തിരിക്കുകയാണ്. അടുത്തതായി രണ്ടാം വിന്നർ ആയിരിക്കുന്നത് ഇനി ആ പെണ്ണ് ആ പെണ്ണ് തിരിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സെക്കൻഡ് വിന്നർ ആയിരിക്കുകയാണ്. തേർഡ് വിന്നർ ആയിരിക്കുന്നത് ഇല്ല ഇനി വെറും അറിയിക്കൽ മാത്രമേ ഉള്ളേ. തേർഡ് വിന്നർ ആയിരിക്കുന്നത് ഇയാളാണ് തേർഡ് വിന്നർ ആയിരിക്കുന്നത്. ഇനി 4 സ്കൂളിൽ നിന്ന് കളിച്ച് തകർത്തിനെന്നെല്ലാം പറഞ്ഞിട്ട്. നാലാം വിന്നർ ആയിരിക്കുന്നത് ഇതാ അമ്മ. നമ്മൾ അയാൾക്ക് മുട്ട കൊടുത്തിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടുന്നതായിരിക്കും. ഒരു മുട്ടയും കിട്ടില്ല എന്ന് നേരത്തെ തള്ളു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരു കരയുന്നതിനും കൂടി ഉണ്ട്. അതേത് ചിഹ്ന കൊണ്ട കാണിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്കോർ നില വരുന്നത്. അപ്പോൾ വിന്നേഴ്സ് ആയത് എന്റെ മുട്ടൊക്കെ എന്തെല്ലാം വിട്ടില്ലല്ലോ. അത് ദൈവം അപ്പൊ ആരൊക്കെ ഹാട്രിക് അടിച്ചത് ഇതൊന്നും എഴുതിനി. ഏറ്റവും കൂടുതൽ മുട്ട ഇട്ടത് മുട്ട കിട്ടിയത് ഏറ്റവും കൂടുതൽ മുട്ട കിട്ടിയ മാമിക്കോ മുട്ട കുറവ് കിട്ടിയിട്ട് പോലും ഞാൻ തോറ്റു പോയിരിക്കുകയാണ് ഗായ്സ്. അതെ ശരി. പക്ഷെ എനിക്ക് കിട്ടിയത് 100, 500. എനിക്ക് രാജാവ് കിട്ടിയത് കുറവായിരുന്നു. ഒരു മുട്ട 1 2 3 4. അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഗുഡ് നൈറ്റ്. എന്താ ഇത് ഒന്നും പറഞ്ഞില്ല. അവന് ഭയങ്കര തിരക്ക് ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ വീട്ടിലെ ഒരു ദിവസം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നമ്മൾ അതെന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ പോകുന്നതിനിടയിൽ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാം നീ പറഞ്ഞോ കുഴപ്പമില്ല. ഇവൻ കിട്ടിയ അവസരം മുതലാക്കലാണ്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണവും കാര്യങ്ങളും അതുപോലെ എല്ലാം കാണിക്കാൻ വേണ്ടി പറ്റി നിങ്ങളെ. അപ്പോൾ വേറെന്താ ഓക്കെ. എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക്. അമ്മമ്മ ഇവിടെ ഉണ്ട്. അമ്മമ്മേ ഒരു ബായ് പറഞ്ഞ അമ്മമ്മേ. അമ്മമ്മേ ഈ ഫോണിൽ ഒരു ബായ് പറഞ്ഞേ. എന്നാ പിന്നെ ഓക്കെ എല്ലാവർക്കും ബൈ.